നമുക്കിന്നൊരു കഥ പറഞ്ഞാലോ? കഥ നമുക്കൊരു ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയാണ് പറയാം. എന്താ? ഗ്രീക്ക് പുരാണത്തിലെ ഒഡീഷ്യസിന്റെ കഥ തന്നെയായാലോ? ഒഡീഷ്യസ് ഗ്രീക്ക് പുരാണത്തിലെ ഒരു പഴയ കഥാനായകനാണ്. അദ്ദേഹം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ കൊച്ചുമകനുണ്ടായിരുന്നു. ആ മകൻ്റെ ടെലമക്കസിനെ പഠിപ്പിച്ച് വലിയ ആളാക്കണ്ടേ. അപ്പം അതിനുവേണ്ടി ഒരു നല്ലൊരു വ്യക്തിയെ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപാഠിയും എല്ലാമായ ഒരു നല്ലൊരു ജ്ഞാനിയായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മെന്റർ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, ചിലപ്പോൾ വരാൻ വൈകിയേക്കും. അപ്പോൾ അത്രയും കാലം എൻ്റെ കുഞ്ഞിനെ നോക്കി വളർത്തി വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഈ ഒഡീഷ്യസ് പോയി. അപ്പോൾ ഉത്തരവാദിത്വം മുഴുവൻ മെന്ററിന്റെ കയ്യിൽ. ഈ മെന്റർ എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാൽ അദീന എന്ന ദേവത തന്നെയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അറിവിൻ്റെ, അതായത് വിസ്ഡത്തിൻ്റെയും സ്ട്രാറ്റജിയുടെയും ദേവതയാണ് അദീന. ആ അദീന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ട്രോജൻ വാറിലോട്ട് പോകുന്ന അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മെന്ററായിട്ട് ഈ മകനെ എല്ലാവിധ ഹെൽപ്പിന് വേണ്ടിയിട്ടും എത്തിച്ചേർന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കഥയിലേതനുസരിച്ച് ഏതാണ്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഒഡീഷ്യസ് തിരിച്ചു വരുന്നത്. അത്രയും കാലം ട്രോജൻ വാർ നീണ്ടു നിന്നു. മാത്രമല്ല മറ്റു ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം അദ്ദേഹത്തിന് മകൻ്റെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, തിരിച്ച് മകൻ അങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മുഴുവൻ മകനെ വേണ്ട രീതിയിൽ മുന്നോട്ട് നയിച്ചത് ഏതൊക്കെ രീതിയിൽ നയിച്ച അദ്ദേഹത്തിന്റെ ആ ജീവിത പരിചയമുണ്ടല്ലോ, വിജ്ഞാനമുണ്ടോ, ഇതെല്ലാം ചേർത്താണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ എങ്ങനെയാണ് ബന്ധുക്കളോട് പെരുമാറുന്നത്, സുഹൃത്തുക്കളോട് പെരുമാറുന്നത്. ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും വേണമല്ലോ. രാജകുമാരനാകുമ്പോൾ തുടർന്ന് രാജ്യം ഭരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യം പിടിച്ചടക്കണമെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം ജയിക്കണമെങ്കിൽ ധാരാളം സുഹൃത്തുക്കളും ധാരാളം പരിചയങ്ങളും ബന്ധങ്ങളും എല്ലാം വേണം. അപ്പോൾ അതല്ല, അതുപോലെ തന്നെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ എത്രമാത്രം പിടിച്ചു നിൽക്കണം. ഒരു ലക്ഷ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ ആ മാർഗത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെ എല്ലാം മാറ്റി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് നയിച്ചുകൊണ്ടേയിരുന്നു. ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഇവിടെ മെന്ററാണ് ഇദ്ദേഹത്തെ ടെലമക്കസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ടെലമക്കസിനെ മുന്നോട്ട് നയിച്ചു, കൂടെ നിന്ന് നയിച്ചു. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ആത്മവിശ്വാസം കൊടുത്തു, കോൺഫിഡൻസ്. അതെ, ആത്മവിശ്വാസം നൽകി. അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് പെരുമാറുമ്പോൾ അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. അതുപോലെ കൃത്യമായ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായ ലക്ഷ്യത്തിലുണ്ടായിരുന്നു, കൃത്യമായ മാർഗമുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ മെന്ററായിരുന്നു. അങ്ങനെ മെന്ററിലൂടെ ടെലമക്കസ് ഒരു മിടുക്കനായ ആളായി വളർന്നു വരികയും ഒരു നല്ല വ്യക്തിയായി. ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരാളില്ല. ആ ഒരു രീതിയിൽ ഒരു വ്യക്തിത്വത്തിന് മുഴുവനും നയിച്ചത് ഈ മെന്ററായിരുന്നു. അങ്ങനെയാണ് മെന്റർ എന്നൊരു ഗ്രീക്ക് വാക്ക്. അതെ, ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഭാഷയിലായാലും മെന്റർ എന്ന ആ ഒരു സങ്കല്പവും യാഥാർത്ഥ്യവും ഉടലെടുത്തത്. ആ ഒരു പ്രയോഗമായിട്ടത് മാറി. അതെ, ശരിക്കും അങ്ങനെയാണല്ലേ. ഒരു പ്രയോഗമായിട്ട് ആ മെന്റർ എന്നുള്ള വാക്ക്, ആ ആളുടെ പേര് ഒരു പ്രയോഗമായി ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പം മലയാളത്തിൽ എവിടെയും എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നതാണ് മെന്റർ. ആ മെന്ററുടെ സഹായം എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ്. നമ്മളെ ഓരോരുത്തരെയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കുകയാണ് മെന്റർ ചെയ്യുന്നത്. കൂടെ നടക്കുകയും നയിക്കുകയും ചെയ്യുന്ന, ആത്മവിശ്വാസം തരുന്ന നല്ലൊരു വ്യക്തിത്വം, അതാണ് മെന്റർ. ഇതാണ് ഇന്നത്തെ കഥയിൽ നമുക്ക് പറയാനുള്ളത്. നമസ്കാരം.